നമസ്കാരം. പ്രധാന വാർത്തകൾ. എം ലിജുവിന് KPCC സംഘടനാ ചുമതല. KPCC ജനറൽ സെക്രട്ടറിയായി AICC നിയമിച്ച അഡ്വക്കേറ്റ് എം ലിജുവിന് സംഘടനാ ചുമതല നൽകി. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയാണ് ഇക്കാര്യം അറിയിച്ചത്. TU രാധാകൃഷ്ണൻ ഓഫീസ് ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയായി തുടരും. കഴക്കൂട്ടത്തു നിന്നും കാണാതായ കുട്ടിയെ കണ്ടെത്തി. കുട്ടി താമ്പരം എക്സ്പ്രസിൽ. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തി. വിശാഖപട്ടണത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. താമ്പരം എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായി 37 മണിക്കൂറുകൾക്ക് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത്. പെൺകുട്ടി സുരക്ഷിതയാണ്. കുട്ടിയെ കണ്ടെത്തിയത് വിശാഖപട്ടണം മലയാളി സമാജം പ്രവർത്തകരാണ്. ട്രെയിനിലെ ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു കുട്ടി. സംശയം തോന്നിയ യാത്രക്കാർ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടി പ്രതികരിച്ചില്ല. അമ്മ വഴക്കു പറഞ്ഞു. ആ വിഷമത്തിൽ ഇറങ്ങിപ്പോന്നു. പിന്നൊന്നും അറിയില്ല. കുട്ടിയുടെ ആദ്യ പ്രതികരണം. അമ്മ വഴക്കു പറഞ്ഞു. ആ വിഷമത്തിൽ ഇറങ്ങിപ്പോന്നു. പിന്നൊന്നും അറിയില്ല എന്നായിരുന്നു കണ്ടെത്തിയതിനു ശേഷം കുട്ടിയുടെ പ്രതികരണമെന്ന് വിശാഖപട്ടണത്തെ മലയാളി സമാജം നേതാവ് NM പിള്ള. താമ്പരം എക്സ്പ്രസ് ട്രെയിനിൽ കുട്ടി ഉണ്ടാവാമെന്ന സംശയം ചിലർ സൂചിപ്പിച്ചതിനെ തുടർന്ന് മലയാളി സമാജം പ്രവർത്തകർ വിശാഖപട്ടണം സ്റ്റേഷനിലെത്തിയിരുന്നു. 4 മണിക്കൂറോളം വൈകിയാണ് ട്രെയിൻ എത്തിയത്. ഓരോ ബോഗികളിലും കയറി പരിശോധിച്ചു. തുടർന്നാണ് മുൻവശത്തെ ബോഗിയിൽ നിന്ന് ബർത്തിൽ കിടക്കുന്ന തരത്തിൽ കുട്ടിയെ കണ്ടെത്തിയതെന്ന് NM പിള്ള പറഞ്ഞു. വയനാട്ടിൽ കോളറ ബാധിച്ച് യുവതി മരിച്ചു. 10 പേർ ചികിത്സയിൽ. ഒരാൾക്ക് കൂടി സ്ഥിരീകരിച്ചു. വയനാട്ടിൽ കോളറ മരണം റിപ്പോർട്ട് ചെയ്തു. നൂൽപ്പുഴ സ്വദേശി വിജിലയാണ് മരിച്ചത്. 30 വയസ്സാണ് പ്രായം. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അതിസാരത്തെ തുടർന്ന് വിജില മരിച്ചത്. തോട്ടാമൂല കുണ്ടാണം കുന്നിലെ 10 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന 22-കാരനും കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ചില രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലുൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും സർവെയിലൻസ് ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല തീർത്ഥാടനം മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. ജില്ലാ കളക്ടർ. ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പുകൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ നിർദ്ദേശിച്ചു. നിലയ്ക്കലിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായ കളക്ടർ ഓരോ തയ്യാറെടുപ്പുകൾക്കുമായി അതത് വകുപ്പുകളെ ചുമതലപ്പെടുത്തി. പൊതുമരാമത്ത് വകുപ്പ് സന്നിധാനത്തെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കണം. സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനും നിലയ്ക്കൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ KSEB വേഗത്തിൽ പൂർത്തീകരിക്കണം. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കണം. സന്നിധാനത്തും പമ്പയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് ചരക്ക് വാഹനങ്ങൾ നിലയ്ക്കൽ ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കണം. പമ്പയിൽ അയ്യപ്പന്മാർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പൂർണ്ണമായി നീക്കം ചെയ്യുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം. ലാഹയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും സമയബന്ധിതമായി നടപ്പാക്കണം. ഇത്തവണ നിലയ്ക്കലിൽ 10,000 പേർക്കുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളും സീസണ് മുമ്പ് പൂർത്തിയാക്കണം. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും തീർത്ഥാടനം ആരംഭിക്കുന്നതുവരെ എല്ലാ മാസവും യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തണമെന്നും കളക്ടർ വ്യക്തമാക്കി.